സ്വാഗതം. അപ്പൊ മോളമ്മയുടെ ഒരു അടിപൊളി ഐറ്റവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വരുന്നത്. ഞാനും കൊച്ചും ഫുൾ സപ്പോർട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വെറൈറ്റി തന്നെയാണ് അല്ലെ? അതെ, വെറൈറ്റി വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങൾ അങ്ങനെ ഒത്തിരി അത് വെക്കാറൊന്നും ഇല്ല. ഇവിടെ എപ്പോഴും ഇറച്ചി മീനൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ വെക്കുള്ളൂ. പക്ഷെ നിങ്ങളെ എല്ലാരെയും അമ്മ ചെയ്തിന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പം എന്നെ അതൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതിന്റെ പരിപാടി ഇവിടെ തുടക്കുന്നോ? അത് ഈ കുക്കറൊക്കെ വെച്ച് വിസിലടിക്കുമ്പോഴത്തേക്കും തെറിക്കുന്ന ഞാനിങ്ങോട്ട് മുട്ട പൊരിക്കാനോ ഒക്കെ ആയിട്ട് ഇടയ്ക്ക് കയറാറുള്ളൂ. മോളമ്മയാണ് കൂടുതലായിട്ടും കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് മോളമ്മ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാന്ന് പറഞ്ഞു. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോയാബീൻസ് ഫ്രൈ ചെയ്യാൻ. അപ്പം അതിന് വേണ്ട സാധനങ്ങളെല്ലാം അവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കൂടെ കൂടിയായിരുന്നു കേട്ടോ. കൂടുമല്ലോ. അതെ. അപ്പം ഇനിയിപ്പോ അതിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കാം. നിർമ്മാണോ അതിന്റെ പെരവണിയോ? ഞാനേ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വെട്ടി തിളച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് സ്റ്റൗ ഓഫ് ആക്കിയതാ. എന്നിട്ട് ഈ ചൂട് വെള്ളത്തിലോട്ട് ഞാൻ ഈ സോയാബീൻസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചൂട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇടുക. മൊത്തം ഇട്ടോ. തന്നെ താന്നു പോകാത്ത താന്ന് പൊക്കോളും. എന്നിട്ട് ഒരു 3 മിനിറ്റോളം കിടക്കുവാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കിട്ടും. നല്ല കാറ്റുണ്ട് പുറത്ത് കേട്ടോ. നമ്മുടെ ജനലൊരെണ്ണം തുറന്ന് കിടക്കുമെന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ട്. തിളക്കാൻ വെച്ചേക്കും അല്ലേ? ഒന്ന് വാടട്ടെ. തിളച്ചിട്ട് മോളമ്മ അതിന്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യും. അടിപൊളിയായിരിക്കും. സാധനം നല്ലതാണ്. നമ്മൾ കൂടുതലും ഇറച്ചി മീന് ഒക്കെയാണ് നമ്മൾ കുക്കിങ്ങിനകത്ത് കാണിക്കുന്നത്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അല്ലേ? വെജിറ്റബിൾ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ട്, വെജിറ്റബിൾ കഴിക്കുന്നവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പൊ നമുക്ക് പോത്തിറച്ചിയൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാക്കി കഴിക്കാം. പോത്തിറച്ചി കഴിക്കുന്ന പോലെ അവർക്ക് ഇത് ഉണ്ടാക്കി. അതെ അതെ അതെ. പക്ഷെ എനിക്ക് ഈ സാധനം ഇഷ്ടമാ. എനിക്കിഷ്ടം ഇതിന്റെ ഫ്രൈ. ചേച്ചിക്കും ഇഷ്ടമാണ് ഭയങ്കര. അല്ലേ? നല്ലതല്ലേ? എനിക്കിഷ്ടമാ. ഞാൻ ഇത് മേടിച്ചിട്ട് വന്നിട്ട് സത്യം പറഞ്ഞ ഇപ്പം ഒരാഴ്ചയായി. മേടിച്ചാലേ ഞാനും അമ്മയും കൂടെ മോളമ്മയും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ ഞാൻ ഇമ്മ എടുത്തിട്ടാ ഒരു പാക്കറ്റ് ബക്കറ്റിനകത്തോട്ട്. മോളമ്മ ഇങ്ങനെ ബക്കറ്റിൽ സാധനമൊക്കെ എടുക്കുക. എടുത്തോണ്ട് നടന്നപ്പോ ഞാൻ ചുമ്മാ ഇത് കൂട്ടണം ഇട്ടതാ. കാരണം നമ്മളിത് വെച്ചിട്ട് ഇപ്പൊ കൊറേ ആയി. ഇവിടെ ഇറച്ചി മീനും ഉള്ളതുകൊണ്ട് ഇത് മേടിക്കുന്നില്ലായിരുന്നല്ലോ. ഞായറാഴ്ച ഒരു മേടിച്ച് അതിങ്ങനെ 2-3 ദിവസത്തേക്കാണ്. പിന്നെ ഇറച്ചി, പിന്നെ പച്ചക്കറി നമുക്കുള്ളപ്പം നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാക്കും. അതല്ലേ പച്ചക്കറി കുറച്ചൊക്കെ മേടിച്ച് വല്ലപ്പോഴും ഒരു അവിയലോ അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുട്ടേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഇറച്ചിയാണോ മീനാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഇറച്ചിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാനത് കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. ഇറച്ചി തന്നെയാണ് ഇഷ്ടം. മാളക്കുട്ടിക്കോ? എനിക്ക് തന്നെ അമ്മയ്ക്ക് അറിയാലോ ഇറച്ചിയാന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്താണെന്നറിയാമോ? അവിയൽ. എന്റെ ഫേവറേറ്റ് സാധനമാണ് അവിയൽ. ഏറെ മുരിങ്ങക്കായൊക്കെ ഇട്ട് ഏറെ തേങ്ങയൊക്കെ ഇട്ട് അവിയൽ വെക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം വറുത്ത ചിക്കനും അപ്പവും. സാധനം തിളയൊക്കെ കയറിയല്ലേ? തിളച്ച് വരുന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ശരിക്കുള്ള വേവെന്ന് പറയുന്ന. ആദ്യം ഈ വെള്ളത്തിലിട്ടൊന്ന് നല്ലപോലെ വെന്തെടുക്കുക. എന്നിട്ട് അത് വെള്ളത്തിലേക്ക് ഇടുക. അതൊക്കെ നോമ്പ് കാണിക്കുന്നുണ്ടോ? ഞാൻ ചാടിക്ക് പറയുന്നില്ല, ഞങ്ങളെല്ലാം ചെയ്ത് കാണിച്ചു തരുന്ന അല്ലേ? എന്നിട്ട് ഇതങ്ങോട്ട് തിളക്കുന്നില്ലല്ലോ. തിളച്ചോട്ടെ. മൊത്തത്തിൽ കണ്ടിട്ട് നമ്മുടെ സേറാടെ പ്രഡിഗിരി വെള്ളത്തിയിട്ട് കൂതോലുണ്ട്. ചിലപ്പോ ഞാൻ അവിടെ പ്രഡിഗിരി കഴിക്കാതെ വരുമ്പോ ഈ ചിക്കന്റെ കാലൊക്കെ കൂടെ വേവിക്കും. അതിന്റെ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുഴച്ചുകൊണ്ട് കൊടുക്കും.
അപ്പോൾ അവളൊരു കുറേ തിന്നിട്ട് ഇങ്ങനെ കുറേ വെച്ചേക്കും അപ്പോൾ അതങ്ങ് ചീർത്തിട്ട് ഈ ഒരു അവസ്ഥയിലാണ്. തവി ഒരു ചെറിയ തവി എടുത്തു കേട്ടോ, മറ്റേ തവിക്കേ വലിപ്പം കൂടുതലായതുകൊണ്ട് ഞാൻ ചെറുതെടുത്തു. തിളച്ച് വേകട്ടെ. അനങ്ങന്ന് ബോള് പോലായല്ലേ. ഇതൊക്കെ ചേർക്കുന്നേ. എന്നിട്ട് ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കി ഇത് കോരി ഇത് പച്ചവെള്ളത്തിലോട്ട് ഇടുക. തണുത്ത വെള്ളത്തിലോട്ട്. ഇത്ര മുഴുത്തായോണ്ടൊന്ന് കണ്ടിച്ചിടുന്നത് നല്ലതാ. തണുത്ത വെള്ളത്തിൽ ചൂടുണ്ട് അങ്ങനെ കിടക്കും അല്ലേ. നല്ല നല്ല ഇത്ര മുഴുത്തായിട്ട് ഇട്ടാലേ അമ്മ അത് മൊത്തം എടുത്തോ? മൊത്തം വേണമായിരുന്നോ? ഇരിക്കട്ടെ. മൊത്തം ചെയ്തോ? ഞാനിപ്പോ വീട്ടിലിരിക്കുമല്ലയോ, തിന്നാ. മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ചൂടാക്കി കഴിക്കാം. അടുത്ത ചാർജ് മോളേറ്റു. മോള് എല്ലാം കട്ട് ചെയ്യാനായിട്ട് ഇത് നീ കട്ട് ചെയ്യണം അല്ലേ? തണുത്ത വെള്ളത്തിലേ ഞാൻ ഇട്ടിട്ട് നല്ലോണം കഴുകി പിഴിഞ്ഞ് പാത്രത്തിലോട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് കണ്ടിക്കാൻ പറഞ്ഞു. കണ്ടിച്ചൊക്കെ പഠിക്കട്ടെ. അതെ, കൊച്ചിനും അറിയാം. കൊച്ചും കുറെ കറികളൊക്കെ വെക്കും അല്ലേ? കയ്യൊന്നും മുറിക്കല്ലേ. കൊച്ചിന് തോരനൊക്കെ വെക്കാറിയാം, ചാറ് കറിയൊക്കെ വെക്കാൻ അറിയത്തില്ലാത്തേ ഉള്ളൂ. പിന്നുണ്ടല്ലോ ഈ കൊച്ചിന്റെ കണ്ടിയും കൊണ്ട് നോക്കിയിരുന്നാണല്ലോ 10 മണിയായ ഭക്ഷണം കഴിക്കാൻ പറ്റും. ഞാനിപ്പൊ കണ്ടിച്ച് തരാം. വലുത് മാത്രം കണ്ടിച്ചാ പോരെ? വലുതൊക്കെ കട്ട് ചെയ്ത് നേരെ മുറിക്കുക അല്ലേ? നേരെ പപ്പാതിയായിട്ട് മുറിക്കുക. വലുത് മാത്രം, ചെറുത് നമ്മൾ അതേപടി എടുത്തിടും. പിന്നെ ഈയിടെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറമ്പിൽ പണിയുന്നില്ലെന്ന് പറഞ്ഞു. കൊച്ച പറമ്പില് പണിയുന്നുണ്ടായിരുന്നു. അല്ല, ഞാൻ അങ്ങനെ പപ്പായോട് വലിയ പണിക്കൊന്നും പോകത്തില്ല. പപ്പായ തന്നെയല്ലേ എല്ലാം പറമ്പിൽ ചെയ്യുന്നേ, ഞാനായിട്ട് ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ പണിക്കൊന്നും കൂടാറില്ല. മീൻസ് പപ്പ പണിയുമ്പോ ഞാൻ വെള്ളം എടുത്തോണ്ട് കൊടുക്കും. അങ്ങനെ ചെറുതായിട്ട് അമ്മ കാടൊക്കെ പറിക്കുമ്പോ മുറ്റത്തെ കാടൊക്കെ പറിക്കാൻ കൂടും. പണ്ടായിരുന്നു ഈ പണികള്. ഇപ്പൊ ഇന്റർലോക്ക് ഒക്കെ ഇട്ടോണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. മുറ്റത്തെ കാട് പറിക്കാം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. കൊച്ചായിരുന്നു വീടും പരിസരവും ഒക്കെ പൊന്നു പോയേ പിന്നെ ശ്രദ്ധിക്കുന്നത്. കാടൊക്കെ പറിച്ച് തൂത്തുവാരിച്ച പെരയുടെ ചുറ്റും കാടല്ലേ, മഴക്കാലൊക്കെ പെട്ടെന്ന് കാട് പിടിക്കും. അന്നേരം ആടുകുട്ടിയോട് ഞാൻ പറയും, ഞാൻ എന്തെങ്കിലും നമുക്ക് അന്നേരം ആടൊക്കെ ഉള്ള സമയം ഞാൻ ആടിന് പുല്ലൊക്കെ പറിക്കാൻ പോകും. കൊച്ചെന്തേനെ ഇവിടെ എല്ലാം കാട് പറിച്ച് മുറ്റമൊക്കെ തൂത്തിട്ടുണ്ടെന്ന് പറയേ. അവിടെ എല്ലാം ചുറ്റോട് ചുറ്റും നല്ലോണം കാട് പറിച്ചെല്ലാം കളഞ്ഞിട്ട് തൂത്തുവാരിയൊക്കെ ഇടുമായിരുന്നു. കൂടുതലായിട്ട് പറഞ്ഞാൽ പൊന്നുവാണ് കൂടുതലും കൃഷിപ്പണിക്ക് കൂടിയിട്ടുള്ളത്. അതിനോടൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യം കൂടെ ഉണ്ട്. ഭയങ്കര ഇഷ്ടം. ഇപ്പോഴാണെങ്കിലും അവൾ വന്നു കഴിഞ്ഞാൽ അവൾ ആദ്യം കയറി പറമ്പിലെല്ലാം പോയി നോക്കി, പിന്നെ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം കേട്ടോ പപ്പ, ഇന്നത് നടണം. പിന്നെ ചേനയാണേലും ചേമ്പാണേലും ഒക്കെ നടുന്ന സമയത്ത് അവൾ വിളിച്ച് ചോദിക്കും, അതെല്ലാം നട്ടില്ലേ, ഇഞ്ചി വിത്തെടുത്ത് മാറ്റിയിട്ടിട്ടുണ്ടോ, അങ്ങനെ. അപ്പോൾ ആ കൃഷിയോട് അവൾക്കൊരു താല്പര്യം കൂടുതലുണ്ട്. ശ്രീകുട്ടനെ പറഞ്ഞാൽ ഒരു 3-4 കൊല്ലം, 3-4 അല്ല, ഒരു 5 കൊല്ലമായിട്ട് ശ്രീകുട്ടനും കൃഷിയോട് നല്ല താല്പര്യമാണ്. നട്ടു വെക്കണം. അവനിട്ട കൊടിയേൽ കുരുമുളക് കായ്ച്ച് കിടപ്പുണ്ട്. വാഴക്കൊലയൊക്കെ വെട്ടി. അപ്പോൾ പിന്നെ കൊച്ച് അത്യാവശ്യം ചെടിയൊക്കെ ഒന്ന് നട്ടുവെക്കും. മുറ്റം, വീടിൻ്റെ പരിസരം. പിന്നെ ഒരു അതെ 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 അത് നമ്മുടെ ആട്ടുംകൂടിന്റെ അവിടെ നട്ടിട്ടുണ്ട്. ഇപ്പം വലിയ മരമായി. കൊച്ചു തന്നെ ഉണ്ട് ഒരു ചിരട്ടക്ക് ഇങ്ങനെ മാറ്റി. എടോ, ആ മഹാഗണി ഞാൻ വെട്ടിക്കളഞ്ഞു. നമ്മളവിടെ എന്തോ പണി വന്നപ്പോഴത്തേക്കും നമുക്ക് സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പൊ കൊച്ചു നട്ടതായിട്ട് ഒന്നുമില്ല. എന്നതാ ഉള്ളേ, 2-3 കറ്റാർവാഴയുണ്ട്. അത് തലേ തേക്കാനായിട്ട് ഈ എണ്ണ കാശാൻ നട്ടു വെച്ചേക്കുന്നത്. അത് കൊച്ചു ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അതിനെ പറിച്ച് നടുകയും പെരുക്കിയെടുക്കുകയൊക്കെ ചെയ്യും. അതെ, എന്നാ മിടിക്കുകയെന്ന് ചോദിച്ചാൽ കൊച്ച് ഭയങ്കര മിടിക്കുക കേട്ടോ. അതുകൊണ്ടാ. അതെ, അല്ല, അമ്മ മോടെ പ്രായത്തില് അമ്മയും ഇതുപോലെയൊക്കെ തന്നെയാണ് കറിയൊക്കെ വെച്ച് പഠിച്ചതൊക്കെ. അല്ലാതെ എല്ലാ കറികളും ഒന്നും വെക്കാനൊന്നും അമ്മയ്ക്ക് വരത്തില്ല. പഠിച്ചു വരുന്നു. ചില കറികളൊക്കെ വെക്കാനായിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. എല്ലാം തികഞ്ഞവരല്ലല്ലോ.
ഓടിക്കും. ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആ പുറകെ ഇരുന്നിട്ട് വായ അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. ആ അപ്പൊ ഞാൻ സാധനങ്ങളെല്ലാം പരിചയപ്പെടുത്താം. ഇത് പച്ചപ്പെരുംജീരകം, ഇത് ഗ്രാമ്പു, കറുവപ്പട്ട, തേങ്ങ കൊത്ത്, തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, 2 തക്കാളിക്ക, കറിവേപ്പില, 1 സബോള, പച്ചമുളക് 2 പച്ചമുളക്, കുറച്ചുള്ളി, ചെറിയുള്ളി, ഇതിനാവശ്യമുള്ള അത്ര. പിന്നെ എണ്ണ, സോയാബീൻസ്. നമുക്കങ്ങ് ആരംഭിക്കാം അല്ലേ? എടുക്കാം. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്റെ തലയെ കാച്ചാൻ വെച്ചിരുന്ന വെളിച്ചെണ്ണ ആണോ? ചൂടായോ ചട്ടി? ചട്ടി ചൂടായി. ഇനി എണ്ണ ഒന്ന് ചൂടാക്കണം. അല്ല ആണോ? മിക്കാറും ഇപ്പൊ ഞാൻ ഓടിക്കും ഇവിടുന്ന്. തർക്കുത്തരം പറയരുത് പുറകെ ഇരുന്ന്, മനസ്സിലായോ? ആ വായ അടപ്പിച്ച് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയതാ. കണ്ടോ കാണിക്കുന്നേ? കുട്ടേട്ടന് ഇവിടെ അടുത്തിരുന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നാലേ ഒരു സുഖമുള്ളൂ കേട്ടോ. ഞാൻ തന്നെ ഇവിടെ നിന്ന് എന്നാ കുക്ക് ചെയ്യാനാ. അതെ. അപ്പം ഇവിടെ എണ്ണ ചൂടായെന്ന് തോന്നുന്നു. നമുക്ക് ഇട്ട് കൊടുക്കാം ശകലം കടുക്. ഇപ്പൊ കടുക് പൊട്ടി തുടങ്ങി. പൊട്ടി തീർന്നു കഴിഞ്ഞു വേണം സവോള ഇടാൻ. പൊട്ടി തീർന്നു കഴിഞ്ഞിട്ട് വേണം സവോള ഇടാൻ. തീരാനായി. ഞാൻ ലേറ്റ് ആയി പോയി. ഇതെല്ലാം അങ്ങോട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കും. ചെറുള്ളി, സവോള, വത്തലമുളക്, പച്ചമുളക്, ഇത്രയും സാധനം ഇട്ടു. കറിവേപ്പിലയും കൂടി ഇട്ടു. നല്ലോണം ഇളക്കി ഒന്ന് വാടി വരട്ടെ. അടുത്തത് തന്നെ ഇടുന്നേ? തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. നമ്മുടെ കറുവപ്പട്ടയും ഗ്രാമ്പും അതും ഇട്ട് കൊടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി അതും ഇട്ടു. അതും ഇട്ട് കൊടുത്തു. ഇട്ട് ഇനി അതൊന്ന് വഴളണം. ചെറുതായിട്ടൊന്ന് വളണ്ട് വരട്ടെ. വളണ്ട് വരണല്ലേ? ഇത് ഫ്രൈ ചെയ്യുന്ന ഞാൻ ചെയ്തിട്ട് അപ്പം ഞാൻ കൂടെ അടുത്ത് നിന്നേ ഇപ്പൊ തള്ളി ഇടൂലോ. കണ്ടുപിടിക്കട്ടെ. മോളും കണ്ടുപിടിച്ചു. വേണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണം. ആണോ? കുഴപ്പമില്ല. പാടാൻ വേണ്ടി ഒരു ശകല ഉപ്പ് ഇതിനാവശ്യമായത് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇളക്ക് കരിഞ്ഞു. ഇത് കരിയത്തില്ലല്ലോ അല്ലേ? കരിയത്തില്ല. ഈ പാത്രം കരിയത്തില്ലാത്ത കൂട്ട് പാത്രമാണ്. ഇത് വഴണ്ടു വരുന്നു. ഇനി എന്നാ പരിപാടി? ഇനി തക്കാളിക്കായ ഇട്ട് കൊടുക്കാം. തക്കാളിക്കായ ഇട്ട് കൊടുക്കാം. തക്കാളിക്കായ ഇട്ട് കൊടുക്കുന്ന കൂടെ ഒരു കൂട്ടം നമ്മളെടുത്ത് വെച്ചില്ലായിരുന്നു. അതെന്നതാ? ഇതിനാവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി ഇട്ടോ? മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇളക്കട്ടെ. ഇങ്ങോട്ട് നല്ലോണം. കുട്ടമ്മോനെ എന്നേലും പറ. ഇല്ലേ കാണുവാണോ? കളറൊക്കെ മാറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ആകാംക്ഷല്ലേ? പട്ടയുടെയും ഗ്രാമ്പൂരിയും ഒക്കെ മണം വരുന്നുണ്ടോ? മണം വരുന്നുണ്ട്. പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. ഇനി ഇതങ്ങനെ കുളമായി പോയാലേ കൊച്ചിന് കിടക്കണ്ടേ? എനിക്ക് കിടക്കണ്ടായിരിക്കും. കൊതി വിടാതെ ഇരിക്കണേ. പൊടിയേറ്റങ്ങളെല്ലാം വന്നാലേ അതിന്റെ ഇത് വരുള്ളൂ. ഇല്ല, എനിക്ക് മഞ്ഞപ്പൊടിയുടെ മണം വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഇവിടെ ഞാനും മോളമ്മയും കൂടെ ഇന്ന് ശാലം പണികളൊക്കെ ആയിരുന്നു. നമുക്ക് ഇവിടെ കുടിവെള്ളക്ഷാമം ഉള്ളത് കൊണ്ട് ഒരു വാട്ടർ ടാങ്ക് അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ. ബ്ലോക്കാ അല്ലേ? ബ്ലോക്കിന്റെ
അതിന്റെ സാധനങ്ങളെല്ലാം നമ്മുടെ ഒരു മലയിലേക്ക് ചുമന്ന് കയറണം. അങ്ങനെയുള്ള പണികളായിരുന്നു. ഞാനും മോളമ്മയും കൂടെ പോയി. നമ്മുടെ ചിലര് പറ്റികേരാത്തവരൊക്കെ പണിക്കാരെയൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാനും മോളമ്മയും പോയി അതെല്ലാം ചുമന്നൊക്കെ കയറ്റുമായിരുന്നു. കുറെ ദിവസത്തെ പണിയുണ്ട്. അത് വൈകിട്ട് 5 മണിക്ക് തുടങ്ങി 7 മണി വരെ. ആണോ? പകലൊക്കെ ഭയങ്കര വെയിലായോണ്ട് ഉദിച്ചാൽ അസ്തമിക്കുന്നോണം വരെയുള്ള വെയിലാണ്. അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ ആയിരുന്നു. തണലൊന്നും ഇല്ലാത്തോണ്ട് ചെറിയ ക്ഷീണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് കുക്ക് ചെയ്ത് കഴിച്ചു കഴിയുമ്പോൾ ആ ക്ഷീണമൊക്കെ മാറും. മണല് ബക്കറ്റിന്റെ അകത്തെടുത്ത് ചുമക്കുമായിരുന്നു കേട്ടോ. തോളെ വെച്ച് ചുമക്കുമായിരുന്നു. കുറച്ചുപേരൊക്കെ തലയെ വെച്ചു, ഞാൻ തോളെ വെച്ച് ചുമന്നു. തോളിനെല്ലാം ഭയങ്കര വേദനയാണ്. ഫുഡും ദേഹത്തെല്ലാം വേദനയുണ്ടല്ലേ. നല്ലോണം വയറുണ്ട്. ഇനി അതിന്റെ അകത്തോട്ട് എന്നാക്കി ഇടുന്നേ? അതിന്റെ അകത്തോട്ട് നമ്മൾ പൊടി ഐറ്റംസ് എടുത്ത് വെച്ചില്ലേ, അത് മൊത്തം കൂടെ അങ്ങ് തട്ടി കൊടുക്കാം. അത് എന്തേലുമൊക്കെ യാതൊന്ന് അളവ് കൂടെ പറ. അളവെന്താ, ഒരു 2-2.5 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല. നമ്മൾ എന്തോരം സോയാബീൻസ് എടുക്കുന്നോ അതനുസരിച്ചുള്ള സാധനം എടുത്താൽ മതി. അതിന് വേണ്ടി അത്ര സാധനങ്ങൾ എടുത്താൽ മതി. അപ്പൊ നമ്മൾ 1.5 കിലോ, 1/2 കിലോ, 3/4 കിലോ ഒക്കെ ആയിരിക്കും കറി വെക്കുന്നത്. എന്തോരം എടുക്കുന്നോ അതിന് ആവശ്യമായ സാധനങ്ങൾ എടുക്കുക, കറി വെക്കുക. ഇളക്കട്ടെ. അത് മൂക്കണം. പൊടി മൂത്ത് വരണം. പച്ചമണം മാറണം അല്ലേ? പച്ചമണം മാറണം. ഓ, മൂക്കി കേറുന്നു. മുളകിന്റെയോ? ചെറുതായിട്ട് ഒന്ന് മൂത്തില്ലേ? നമ്മുടെ ഇത് ചെറുതായിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അത് പച്ച പെരിഞ്ചീരകം പൊടിച്ചതായത് അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് കൊടുക്കും. ഓക്കെ. എന്നിട്ട് ഇളക്ക്. നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് ലാസ്റ്റ് ഇടുന്നത്. നമ്മൾ തിളപ്പിച്ചരച്ച വെള്ളമാണ് കേട്ടോ. അതെ. ഇതങ്ങ് പൊളിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. എൻ്റെ മൂക്കിലായി എരു കയറിയിട്ട് മിണ്ടാൻ പറ്റുന്നില്ലേ? എന്നിട്ട് ഒരു സ്വല്പം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. തട്ടിക്കോളാൻ. നമ്മുടെ ജനല് അതാ കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞ്. തർക്കത്തരം പറയാതെ പോയി അടച്ചിട്ട് വാ. കാറ്റുള്ളതുകൊണ്ട് നമ്മുടെ ഈ മെട്ടായതുകൊണ്ട് പറഞ്ഞു പോയിട്ട് വാ, പോയിട്ട് വാ. പോയി നോക്ക്. അയ്യോ അയ്യോ. അപ്പം ഈ ഗ്രേവി പുക കാരണം കാണത്തില്ല, ഒന്ന് സെറ്റായി വന്നു. ഗ്രേവി ഒന്ന് ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. ഉണ്ടോ തിളയ്ക്കുന്നേ? എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കും. മൊത്തത്തിൽ സോയാബീൻസ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കണം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പറ്റിച്ചെടുക്കണം അല്ലേ? അരപ്പ് മൊത്തം പറ്റിക്കഴിഞ്ഞ് അതിൻ്റെ ഗ്രേവി ശരിക്കും നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇത് കൂടി നിന്ന് പറ്റി വരട്ടെ. പറ്റട്ടെ. അടച്ചു വെക്കണ്ടേ? അടച്ചു വെക്കണം. അടച്ചു വെക്കും. ഒന്ന് കുക്കാകട്ടെ. അപ്പം കുക്കായിട്ട് കാണിച്ചു തരാം. അങ്ങനെ കാര്യങ്ങൾ സെറ്റായോ? സെറ്റായിട്ടുണ്ട്. ആണോ? നമ്മുടെ ഇതുണ്ടോ വെള്ളമൊക്കെ പറ്റി സാധനം നല്ല അടിപൊളിയായി ഇരിപ്പുണ്ട്. ഒരു ബീഫ് ഇളക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? നേരല്ലേ? അതുകൊണ്ടോ? അങ്ങനെയുണ്ട്. ഇതിപ്പം കണ്ട സോയാബീൻ ആണോ ബീഫാണെന്ന് പറയാൻ പറ്റുമോ? ബീഫിന് കുറച്ചുകൂടെ ചാറുണ്ടല്ലോ. ഇങ്ങനെ വെക്കുന്നവരും ഉണ്ട്, ഫ്രൈ ആക്കുന്നവരും ഉണ്ട്. അന്നേരം ഇത് നല്ലോണം പറ്റിയിട്ടുണ്ട്. അന്നേരം നമുക്ക് ഇനി അടുത്ത പദ്ധതി എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് നോക്ക്. കണ്ടോ നല്ലോണം ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി ഇതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്ന് മാറ്റിയിട്ട് നമുക്ക് കുഴി ഉണ്ടാക്കി ഒരു കുഴി ഉണ്ടാക്കി സദ്യക്കൊക്കെ കുഴി ഉണ്ടാക്കുന്ന പോലെ അല്ലേ? എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒരു ഇച്ചിരി ഏറെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് വേണം ഇവനെ
നമുക്ക് വഴട്ടിയെടുക്കാൻ. വഴട്ടിയെടുക്കാൻ. അതിൻ്റെ കൂടെ നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ചേർക്കുന്നത് എന്നാന്ന് നോക്കിയേ. എന്നതാ? ഇതിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കുമ്പോഴത്തേനുണ്ടല്ലോ നല്ലൊരു കറുത്ത കളർ ഇങ്ങനെ വരും. മൂക്കുമ്പോ നല്ലതായിട്ട് എരു കാണുമോ? എരിവൊക്കെ ഉണ്ട്. ആണോ? മണം വന്നോ? കാഴ്ചക്ക് നല്ല ഷോയാ. തിന്ന് നോക്കിട്ട് പറയാന്നല്ലേ. അല്ല ചേരുവെല്ലാം ചേർത്ത് ഇപ്പൊ തിന്നല്ലേ, ഫ്രൈ ആയിട്ട് തിന്നാം. ബീഫ് പോലെ ഉണ്ടല്ലേ. ചെറുതായിട്ടൊന്ന് ആവി കയറുന്നത് നല്ലതാണ്. ആ കുരുമുളകും ആ വെളിച്ചെണ്ണയും എല്ലാം ഒന്ന് പിടിക്കുന്നത് നല്ലതാണ്. ഒരു ബീഫ് ഇളക്കുന്ന ഒരു ഇത് വരുന്നില്ലേ. അപ്പൊ നമ്മള് ഒത്തിരി ഫ്രൈ ആക്കിയിട്ടില്ല, ഫ്രൈ ആയി. ഫ്രൈ ആയി. നമ്മുടെ കുക്കിങ് ശരിയായിട്ടുണ്ട്. ഇനി ഇപ്പൊ നമുക്ക് ഒരു ശകലം കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തായിരുന്നു. ഇപ്പൊ ഒരു ഭംഗിക്ക് വേണ്ടിയും മണത്തിന് വേണ്ടിയൊക്കെ പിന്നെ ഒന്നുകൂടി ഇട്ട് കൊടുത്തു. നല്ലതാ, ടേസ്റ്റാ. മല്ലിയില ഇവിടെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ, അതുകൊണ്ടാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ശ്രീകുട്ടനും മല്ലിയില ഇഷ്ടമാണ്. എന്തോ പിടിക്കുകയല്ല അത്. മല്ലിയില പതിനയില അതൊന്നും യൂസ് ചെയ്യത്തില്ല കേട്ടോ. അപ്പം കറി വാങ്ങിയാലോ നമുക്ക്? എല്ലാം സെറ്റായി. കുട്ടമ്മോനെ വിളിക്കാം. കുട്ടമ്മോനെ എന്തോ ഞാനിവിടെ തൊട്ട് പറയില്ല, ഒന്ന് വിളിക്കട്ടെ എന്നോർത്തോണ്ട് മുട്ടി നിൽക്കുകയാണല്ലേ. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മോളമ്മയുടെ സോയാബീൻസ് ഫ്രൈ. കൊച്ചിന്റെ വായിന്ന് വെള്ളം വരുന്നുണ്ടോ? ഇല്ല. എന്തായാലും ഞാനൊരു പീസ് എടുത്ത് നോക്കാവേ. എപ്പടി? അടിപൊളിയാണോ? അമ്മ ഇതുവരെയും കഴിച്ചില്ലായിരുന്നോ? ഉപ്പൊക്കെ നോക്കിയായിരുന്നു. ഉപ്പൊക്കെ നോക്കി. ഉപ്പും ഓ എന്റെ വായി വെള്ളം വന്നു അമ്മ തിന്നപ്പോ. എല്ലാം കണക്കാം. അതിന്റെ കുരുമുളക് പൊടി, കുരുമുളക് ഇങ്ങനെയുള്ള ലേശം കൂടുതലിടും ഫ്രൈ ആകും. പിന്നെ ആ പച്ചവെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലും മുളമ്മയുടെ ആ ഗരം മസാലപ്പൊടിയുടെ ആ കൈപ്പുണ്യവും എല്ലാം കൂടെ ഒത്തു വന്നപ്പോ ഞാൻ പൊക്കിയതാ. പിന്നെ പച്ചപ്പെരിഞ്ചീരം ഉണ്ടല്ലോ, നമ്മൾ ഗരം മസാല കൂടാതെ പച്ചപ്പെരിഞ്ചീരം ഇതിനെ ചേർക്കുന്നുണ്ട്. അതിന്റെ ടേസ്റ്റ് ആണ് പ്രത്യേകം മുൻപന്തിയിൽ നിൽക്കുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ മാളക്കുട്ടി ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അടിപൊളി. കൊള്ളാം. എരിവ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ഇത്ര എരിവ് വേണം. മോളമ്മ 2 പ്രാവശ്യം കുരുമുളക് പൊടി ചേർന്നു. അപ്പം അതിൻ്റെ ആ ഒരു എരിവ് വരും. പിന്നെ മുളക് പൊടി ചേർത്തല്ലോ, അല്ലാത്ത മുളക് പൊടി, ഇഞ്ചി, അതിൻ്റെ എല്ലാ എരിവ് വരും. ഇഞ്ചിയൊക്കെ ചെറുതായി കുറച്ച് ചേർത്തുള്ളൂ അല്ലേ. സൂപ്പർ. നിങ്ങൾ എല്ലാവരും എന്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും കമന്റ് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. വീട്ടിൽ എല്ലാരും പോയി ചെയ്ത് നോക്കണം. അതെ, എല്ലാരും ചെയ്യുന്നതാണ്. എന്നാലും അമ്മയുടെ ഒരു രീതിയിലുള്ള കറികളൊക്കെയാണ്. അതെ, അതൊന്ന് ചെയ്തൊക്കെ നോക്കണം. അതാണ് അമ്മയുടെ സന്തോഷം. അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക.